അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി ഫലൗ അന്ന അഹദക്കും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബൻ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നിസ്ഫഹു. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവാചക വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബികളെ, അനുചരന്മാരെ ശകാരിക്കരുത്, ഭത്സിക്കരുത്. ഫലൗ അന്ന അഹദക്കും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബൻ, നിങ്ങൾ ഒരാൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നിസ്ഫഹു, അത് സഹാബത്ത് ചെലവഴിച്ച ഒരു മുദ്ദിൻ്റെയോ അരമുദ്ദിൻ്റെയോ അത്രയും ആവുകയില്ല. നിങ്ങൾ എൻ്റെ സഹാബികളെ ശകാരിക്കരുത്. നിങ്ങൾ ഒരാൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അവരുടെ ഒരു മുദ്ദിൻ്റെയോ അരമുദ്ദിൻ്റെയോ അത്ര വില പോലും ഉണ്ടാവുകയില്ല എന്നാണ് ഹദീസിൻ്റെ സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത സമൂഹമാണ് സ്വഹാബികൾ. പ്രവാചകനിൽ വിശ്വസിക്കുകയും പ്രവാചകനോടൊപ്പം സഹവസിക്കുകയും ചെയ്തവരാണവർ. മുഹാജിറുകൾ, അൻസാറുകൾ എന്നിങ്ങനെ രണ്ട് വിഭാഗമാണ് അവരുള്ളത്. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മദീനയിലേക്ക് ഹിജ്റ പോയ സത്യവിശ്വാസികളാണ് മുഹാജിറുകൾ. മക്കയിൽ നിന്ന് മദീനയിലെത്തിയ നബിയെയും അനുചരന്മാരെയും സർവാത്മനാ സഹായിച്ച മദീനയിലെ സത്യവിശ്വാസികളാണ് അൻസാറുകൾ. ഇവരാണ് സഹാബികൾ. അള്ളാഹുവും അവൻ്റെ റസൂലും ഇവരുടെ വിഷയത്തിൽ പൂർണ്ണ സംതൃപ്തരാണ്. ഇസ്ലാം സ്വീകരിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും അതുല്യമായ സേവനങ്ങളും ത്യാഗങ്ങളുമാണ് അവർ സമർപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിന് വേണ്ടി അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എണ്ണിയാൽ ഒതുങ്ങാത്തതാണ്. ചരിത്രം അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ വിശ്വാസം, ആ വിശ്വാസത്തിലുള്ള ആത്മാർത്ഥത, ഇഖ്ലാസ്, ഇതിനൊന്നും അതിരുകളില്ല. മുസ്ലിം സമൂഹത്തിൻ്റെ അടിസ്ഥാന വിഭാഗം സഹാബികളാണ്. അവർ നബിയുടെ പിന്നിൽ അണിനിരന്നു. അവരിൽ യാതൊരു തരത്തിലുള്ള വിഭാഗീയതയുമില്ല. മാനവരാശിക്ക് അവർ ഇസ്ലാം എത്തിച്ചു കൊടുത്തു. അവരെ പ്രശംസിച്ചുകൊണ്ടുള്ള ആയത്തുകളും ഹദീസുകളും നിരവധിയാണ്. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നവരാണ് മുഹാജിറുകൾ, അനന്തരം അൻസാറുകൾ. അവർക്കിടയിൽ ഉടലെടുത്ത സാഹോദര്യ ബന്ധം അനുപമമാണ്. അവർ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു, പ്രവർത്തിച്ചു. ഇസ്ലാമിന് വേണ്ടി ത്യാഗം വരിച്ചു, മാതൃകാ സമൂഹമായി ജീവിച്ച് കാണിച്ചു. അവരോടുള്ള സ്നേഹം സത്യവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. അവരെ കുറ്റം പറയലും വെറുക്കലും അവിശ്വാസത്തിൻ്റെ അടയാളവുമാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നവരും അവരെപ്പറ്റി അള്ളാഹു സംതൃപ്തനായിരിക്കുന്നു. അവനെപ്പറ്റി അവരും സംതൃപ്തരായിരിക്കുന്നു. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് അവൻ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. എന്നെന്നും അവരതിൽ നിത്യവാസികളായിരിക്കും. അതത്രേ മഹത്തായ ഭാഗ്യം. സന്മാർഗത്തിൻ്റെ മാനദണ്ഡമാണ് സഹാബികൾ. അവരുടെ വിശ്വാസവും കർമ്മവും മറ്റുള്ളവർക്ക് മാതൃകയാണ്. റസൂലിൽ നിന്നും അവർ നേരിട്ട് പ്രകാശം സ്വീകരിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവരുടെ മാതൃക. ആ സഹാബികളെക്കുറിച്ച് അള്ളാഹു പറയുന്നത് നോക്കുക. സൂറത്തുൽ ബഖറയിലെ 137 വചനത്തിൽ, നിങ്ങൾ സഹാബികൾ ഈ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നാൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു. അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ അവരുടെ നിലപാട് കക്ഷിമാത്സര്യം മാത്രമായിരിക്കും. അവരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ അള്ളാഹു മതി. അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. സഹാബികളെ പൊതുവിൽ പ്രശംസിക്കുകയും പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്ത സന്ദർഭങ്ങൾ ഖുർആനിൽ കാണാം, ഹദീസുകളിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലരുടെ പേരെടുത്ത് തന്നെ പ്രശംസിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങി അനവധി വ്യക്തിത്വങ്ങളുടെ മഹിമകൾ പ്രവാചകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വഹാബത്തിൻ്റെ ശ്രേഷ്ഠതകൾ വ്യക്തമാക്കുന്ന പ്രത്യേകം അധ്യായങ്ങൾ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്.
ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ദീർഘമായ ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ പറഞ്ഞു, ആകാശത്തിൻ്റെ കാവൽ ഭടന്മാരാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ നീങ്ങിയാൽ ആകാശത്തതിന് താക്കീത് നൽകപ്പെടുന്നത് സംഭവിക്കുകയായി. ഞാൻ എൻ്റെ സഹാബികളുടെ കാവലാളാണ്. ഞാൻ മരണപ്പെട്ടാൽ അവർക്ക് താക്കീത് നൽകപ്പെട്ടത് അവരിൽ വന്നെത്തുകയായി. എൻ്റെ സഹാബികൾ എൻ്റെ സമുദായത്തിൻ്റെ കാവലാളുകളാണ്. അവർ വിട പറഞ്ഞാൽ എൻ്റെ ഉമ്മത്തിൽ അവർക്ക് താക്കീത് നൽകപ്പെട്ടത് സംഭവിക്കുകയായി. ഇമാം മുസ്ലിം. ഹുദൈബിയയിൽ വെച്ച് ഇസ്ലാമിന് വേണ്ടി ജീവാർപ്പണം ചെയ്യുവാൻ പ്രതിജ്ഞയെടുത്ത സഹാബികളെ അള്ളാഹു പ്രശംസിച്ചിട്ടുണ്ട് സൂറത്തുൽ ഫത്തഹിലെ 18-ാമത്തെ വചനത്തിൽ. ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ നിന്നോട് പ്രതിജ്ഞ ചെയ്തിരുന്ന സന്ദർഭത്തിൽ തീർച്ചയായും അള്ളാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുകയും അങ്ങനെ അവർക്ക് അവൻ മനസ്സമാധാനം ഇറക്കിക്കൊടുക്കുകയും ആസന്നമായ വിജയം അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തു. മുൻകാല സഹാബികളെയും പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന സഹാബികളെയും കുറിച്ച് മൊത്തമായി അള്ളാഹു പറഞ്ഞത് എല്ലാവർക്കും ഏറ്റവും നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ്. സൂറത്ത് ഹദീദിലെ 10-ാമത്തെ വചനം. പ്രവാചകൻ വ്യക്തമാക്കിയതായിട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, എൻ്റെ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തമന്മാർ എൻ്റെ തലമുറയാകുന്നു. വീണ്ടും പ്രവാചകൻ പറഞ്ഞ വചനമാണ് നാം ആദ്യം കേട്ടത്, നിങ്ങൾ എൻ്റെ സഹാബികളെ ശകാരിക്കരുത്. നിങ്ങൾ ഒരാൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അവരുടെ ഒരു മുദ്ദിൻ്റെയോ അരമുദ്ദിൻ്റെയോ അത്രയാവുകയില്ല. മാത്രവുമല്ല, ഈ സമുദായത്തിൽ പിൽക്കാലത്തുണ്ടാവുന്ന കക്ഷിവഴക്കുകളെക്കുറിച്ച് പ്രവാചകൻ ഉണർത്തുന്നത് കാണാം. രക്ഷാമാർഗവും പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. എൻ്റെ സമുദായം 73 മാർഗമായി ഭിന്നിച്ചു പോകും. അവരെല്ലാം നരകത്തിലാണ്, ഒരു മാർഗമൊഴികെ, ഒരു വിഭാഗമൊഴികെ. അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, അത് ഏതാണ്, അത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, മാ അന അലൈഹി വാ സുഹാബി, ഞാനും എൻ്റെ സഹാബികളും നിലക്കൊള്ളുന്ന മാർഗം. ഈ അർത്ഥത്തിലുള്ള മറ്റ് ഹദീസുകളും കാണാം. പ്രവാചകനും സഹാബത്തും നിലക്കൊണ്ട മാർഗമാണ് രക്ഷയുടേത്. ആ രക്ഷാമാർഗമാണ് നാം അവലംബിക്കേണ്ടത്. സഹാബത്തിൻ്റെ മഹിമകൾ എത്ര വിശദീകരിച്ചാലും മതിയാവുന്ന കാര്യമല്ല. പക്ഷേ മുശ്രിക്കുകളും യഹൂദികളും മറ്റ് ശത്രുക്കളും പ്രവാചകനെയും സഹാബത്തിനെയും അല്ലാതെ ദ്രോഹിച്ചു. കയ്യും കണക്കുമില്ലാത്ത പീഡനങ്ങൾ ഏൽപ്പിച്ചു. അനവധി സഹാബികൾ ധീര രക്തസാക്ഷികളായി. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും പരിഹസിക്കുന്നവരും പുച്ഛിക്കുന്നവരുമുണ്ട്. മുസ്ലിങ്ങളാണെന്ന് മുസ്ലിം നാമധാരികൾ പോലും അതിലുണ്ട്. സഹാബികളെ ആക്ഷേപിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. എത്ര ദയനീയമായ അവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ നാട്ടിലെ ആളുകൾ, അല്ലെങ്കിൽ നാം, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട സഹാബികൾ, അതിൽ അശറത്തുൽ മുബശ്ശിരീങ്ങൾ എന്ന് പറയുന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾ, അവരിൽപ്പെട്ടവരെ പോലും ഭത്സിക്കുന്നവരും ഇകഴ്ത്തുന്നവരും വംശീയതയുടെയും കുടുംബ മാഹാത്മ്യത്തിൻ്റെ പേരിൽ മാറ്റിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നു. ഒരിക്കലും സഹാബികളെ തെറി പറഞ്ഞ് വിമർശിച്ച് പോകുന്ന ഷിയാക്കളുടെ സ്വഭാവം അഹ്ലുസുന്നത്തിൻ്റെ അവകാശികൾക്ക് ഒരിക്കലും, അഹ്ലുസുന്നത്തിൻ്റെ ആൾക്കാർക്ക് ഒരിക്കലും ഭൂഷണമായ കാര്യമല്ല. ഒരു സഹാബിയെയും നാം ഭത്സിക്കരുത്, ഇകഴ്ത്തരുത്, കുറ്റപ്പെടുത്തരുത്. അവർ സഹാബികളാണ്. അവർക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, മാഹാത്മ്യമുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ. പ്രവാചകൻ അതാണ് പഠിപ്പിച്ചത്. നാം ചെയ്യേണ്ടത് പ്രവാചകനും പ്രവാചകൻ്റെ സന്തത സഹചാരികളായിരുന്ന സഹാബത്തും ഏത് മാർഗം അവലംബിച്ച് ജീവിച്ചുവോ, എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കുക, അവരെ മാതൃകയാക്കുക. അങ്ങനെ സഹാബത്തിനെ പിൻപറ്റുകയും അനുധാവനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ സഹാബത്തിനെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരുമായി തീരുക. അള്ളാഹു സംതൃപ്തിപ്പെട്ട, അള്ളാഹുവിനെക്കുറിച്ച് സംതൃപ്തി അടഞ്ഞ അവരെ സംബന്ധിച്ച് നമ്മളും സംതൃപ്തരാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.